ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് മലയാളം വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മൂന്നാമത് വീഡിയോ ട്യൂട്ടോറിയലാണ്. കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമ്മളെങ്ങനെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഈ വീഡിയോയിലൂടെ പഠിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് തുറന്നു വരുന്ന ഒരു വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ വേർഷൻ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ വേർഷൻ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെ ഡിവൈസസിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഡിഫോൾട്ടായിട്ടും ടിക്ക് ചെയ്ത് കിടക്കുന്നത് ഫോൺ ആൻഡ് ടാബ്ലറ്റ്സിനാണ്. അപ്പോൾ ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫോൺ ആൻഡ് ടാബ്ലറ്റ് തന്നെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ വിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൻഡ്രോയിഡ് വാച്ചുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ വിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ ഇവിടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഉണ്ടാക്കുന്നത്. TV, അതേപോലെ ആൻഡ്രോയിഡ് TV, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള ഡിവൈസസ് സപ്പോർട്ട് ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിനിമം SDK, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ മിനിമം ആൻഡ്രോയിഡിൻ്റെ ഏത് വേർഷൻ വരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 4.4 KitKat എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ്രോയിഡ് 4.1 Jelly Bean, ആൻഡ്രോയിഡ് 4.2 Jelly Bean, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിവിടെ KitKat മാറ്റി ലോലിപോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ മിനിമം ലോലിപോപ്പ് എങ്കിലും ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ഫോണിലാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഗൂഗിള് റെക്കമെൻഡ് ചെയ്യുന്നത് KitKat ആണ്. കാരണം 70.9% of the devices that are active on the Google Play Store. അതായത് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 70.9% ഓഫ് ഡിവൈസസും യൂസ് ചെയ്യുന്നത് KitKat ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് KitKat ആണ്. അതുകൊണ്ടാണ് ഗൂഗിൾ ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് മീ ചൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം വേർഷൻസ്, അതേപോലെ API ലെവൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ KitKat ആണ് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ KitKatൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫുൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രിൻറ്റിംഗ് ഫ്രെയിം വർക്ക്, SMS പ്രൊവൈഡർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആൻഡ്രോയിഡിൻ്റെ API ലെവൽ അനുസരിച്ച് 19th വരുന്നതാണ് KitKat. ഇവിടെ API ലെവൽ അനുസരിച്ചാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം Jelly Bean നോക്കുകയാണെങ്കിൽ 4.3 ആണ് ആൻഡ്രോയിഡിൻ്റെ. 4.3 Jelly Bean നോക്കുകയാണെങ്കിൽ ഇവിടെ 74.3. ഇപ്പോൾ നമ്മൾ KitKat ഹൈലി ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേർഷനും അതിൻ്റേതായ ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം KitKatൽ കിട്ടുന്ന പല ഫീച്ചേഴ്സും നമുക്ക് Jelly Beanൽ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നേരത്തെ പുത്തൻ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫീച്ചറുള്ള ഒരു വേർഷൻ ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പം KitKatൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേർഷനാണ്. സോ ദെൻ ഇവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തില്ല. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഏതാണോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാപ്പ്, ഗൂഗിൾ മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടാബ്ഡ് ആക്ടിവിറ്റി ആണെങ്കിൽ ടാബ്ഡ് ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ആ ആക്ടിവിറ്റി ഏതാണോ അതിനനുസരിച്ചുള്ള കോഡായിരിക്കും അവിടെ ജനറേറ്റ് ആവുക. അതിനനുസരിച്ചുള്ള ഒരു എമുലേറ്ററും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ബേസിക് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് കൊടുത്തു. അപ്പം ആ ബേസിക് ആക്ടിവിറ്റിയെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന ആക്ടിവിറ്റി നെയിം. നമ്മളിപ്പോൾ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യാൻ പോകുന്നത് ആ ആക്ടിവിറ്റിയുടെ നെയിമാണ് ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഡിഫോൾട്ടായിട്ട് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു വാല്യാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് മാറ്റി ഇവിടെ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ
എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതും ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ കാണിക്കുന്നതായിരിക്കും. ഇത് ഇപ്പം മെയിൻ ആക്ടിവിറ്റി തന്നെ കൊടുത്തു. അപ്പം നെക്സ്റ്റ് കാണാൻ സാധിക്കുന്ന ലേഔട്ട് നെയിം. ഈ ലേഔട്ട് നെയിമും മെയിൻ ആക്ടിവിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെയിം ആയിരിക്കും ഈ ലേഔട്ട് നെയിമായിട്ട് നമുക്ക് വരുന്നത്. ഇപ്പം ഞാൻ ആക്ടിവിറ്റി നെയിം മെയിൻ ആക്ടിവിറ്റി എന്നാണെങ്കിൽ ലേഔട്ട് നെയിം എന്ന് പറയുന്നത് ആക്ടിവിറ്റി മെയിൻ എന്നായിരിക്കും. അതായത് ഈ രണ്ട് വേർഡ്സ് തമ്മിൽ തിരിഞ്ഞായിരിക്കും വരുന്നത്. അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു അണ്ടർസ്കോറും കാണും. ഇങ്ങനെയാണ് സാധാരണ ഒരു ലേഔട്ട് നെയിം കൊടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആക്ടിവിറ്റിയും ലേഔട്ടും നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ ഇങ്ങനെ കൊടുക്കുന്നത് സഹായിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിന്റെ ടൈറ്റിൽ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ മെനു റിസോഴ്സ് നെയിം. ഈ മെനു റിസോഴ്സ് നെയിമിനും രീതിയിൽ മെനു അണ്ടർസ്കോർ മെയിൻ എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ അടുത്തായി കാണാൻ സാധിക്കും യൂസ് എ ഫ്രാഗ്മെന്റ്. ഈ ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് പ്രോജക്റ്റിന്റെ ഒരു ബേസിക് കമ്പോണന്റ് ആണ്. നമ്മുടെ പ്രോജക്റ്റിൽ ഫ്രാഗ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഈ ഇമേജിൽ ഒരു ഫ്രാഗ്മെന്റ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തതിനനുസരിച്ച് നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഫുള്ളായി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ജാവയിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം com.222 ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ റിസോഴ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ലേഔട്ടിനകത്ത് ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ എന്ന് പറഞ്ഞ XML ഫയൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മെനുവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മെനു അണ്ടർസ്കോർ മെയിൻ XML ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തിട്ട് ഇതിനനുസരിച്ചുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ആപ്പ് എങ്ങനെ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലുള്ള എമുലേറ്ററിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അതെങ്ങനെ റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. So friends, bye. See you next video.